ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. എന്താണ് സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞൊക്കെ. മോനെ ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. മാമ ഉറപ്പാണോ? ഉറപ്പ്. ഫസ്മിനെ വന്ന് പറയട്ടെ എന്നാണല്ലോ നീ പറയണത്. ഫസ്മിനെ പറയട്ടെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളീനെ ഷമീറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു? സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. പറയുന്നത് സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. പുള്ളീനെ ഷമീറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ എന്റെ അച്ഛനാണ്, അമ്മയാണ്, ഗുരുവായൂരപ്പനാണ്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണേ. എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള, അയ്യോ, അടുക്കളയിൽ വെച്ച് പാതിരാത്രി കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഉറങ്ങി കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ആ ഇതില് കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ചിലപ്പം കല്ലടിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന് കഥ പറഞ്ഞേ. ഇവനൊക്കെ കല്ലടിച്ചു കഴിഞ്ഞാല് അമ്മ ഏതാ, പെങ്ങളേതാ, അനിയനേതാ ഒന്നും അറിയില്ല, കൂട്ടുകാരനേതാ ഒന്നും അറിയില്ല. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ചു. ബേസിക്കലി ഇവന്മാര് ഇത് കുണ്ടന്നൂർ ടീംസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം മാറും, തനിക്കുണങ്ങൾ മാറും. അത് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. അപ്പൊ പിന്നെ പല രീതിയിലാവും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ കിച്ചണിൽ വെച്ചിട്ട് തൊപ്പി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇവന് തൊപ്പി കൊടുക്കുന്നത്, മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ്. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവൻ ഇവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ, നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും, എന്ത് വേണം? അവരെല്ലാരും അങ്ങനെയായിരുന്നു. ആ ടൈമില് ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോഹോ, ഇല്ല ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ അവന്റെ സ്വഭാവത്തിൽ അത് കാണാനുണ്ട്. അത് നമ്മൾ തന്നെ വീഡിയോക്കകത്ത് കാണുന്നതാണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കില്ല ചക്കക്കൂട്ടാൻ കണ്ട പോലെയാണ് മമ്മൂ ചാടിത്തുള്ളി വരുന്നത്. ഇനി ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുത്, കേസ് തീർന്നു. ചെല്ലേ. എന്തിനാ വിക്രമ ഇമാതിരി അക്രമങ്ങള്? നീയും ചെല്ലേ.